നേരമാക്കി ഇതിന്റെ അമ്പ കുറയും ചെയ്ത് ചെക്കൻ ദേഷ്യം പിടിച്ച് പൊളിച്ചിട്ടതാണത്. ഞങ്ങളോട് നടക്കണ്ട ഇച്ചേ, 100 പണിയുള്ളതാണ്. പാത്രക്ക് വേണമെന്നോ അവിടെ കത്തി വെക്കണ്ട, ഒന്ന് കഴിച്ചു വെച്ചോണ്ട്. ആ ഞാൻ പോവാണെങ്കിൽ നേരം കേട്ടാ കുറച്ചോനെ നേരം വയ്ക്കല്ലേ റബ്ബേ. ചെക്കനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതെങ്ങനെ ചെക്കനാണ് എന്താ ചെയ്യാ കുറച്ചോനെ. ആരാണത്? മനസ്സിലായില്ലേ? അല്ല വാവയാണില്ലേ മോനെ, എന്നോട് പറയാൻ പെട്ടെന്ന് മനസ്സിലായില്ല. ആട്ടേച്ചിപ്പം എന്താണ്ട് വരാൻ കാരണോ? ഞാന് കുഞ്ഞാപ്പൂവിനവിടെ കാണാനില്ല, അപ്പൊ ഇങ്ങോട്ട് വന്നാണ്. വന്നതാവൂലേ? എന്നോട് സത്യം പറയല, നാളെ ഓണക്കായി കൊടുന്നില്ലേ? അല്ലാ നല്ല രസം ഉണ്ടായിരുന്നിട്ടാ, പെരുത്ത രസം ഉണ്ടായിരുന്നു. ഇനി മോനെ അങ്ങനെയൊക്കെ കിട്ടാൻ കൊണ്ടുവരിട്ടാ, താത്താന്റെ കുട്ടിയല്ലേ. താത്താക്ക് ചുമയും കൊരൊക്കെ പിടിച്ച് മോനെ എന്നോട് പറയാ. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടായിട്ടില്ല. ഈ ചക്ക എങ്ങനെ നടന്നിട്ട് എവിടുന്നൊക്കെ കൊടുന്നതാണ്, ചക്കൻ പകർത്തിയതാണ്. എന്നോട് പറയാ എന്റെ ഇപ്പൊ നടന്നിട്ടല്ല, എനിക്ക് തോന്നാ പ്രകാശന്റെ ഇപ്പൊക്കെ നടന്നിട്ടാവും ഈ കൊരയൊക്കെ പിടിക്കണത്. ആ ഓരവിടെ ഉണ്ട്. ഇജേ ഒരു കാര്യം ചെയ്യേ, കണ്ട് പെട്ടെന്ന് കണ്ട് മനസ്സിലായില്ലടാ. മനസ്സിലായിക്കണ കണ്ണിന് ശേഷം കാഴ്ച കമ്മി ഉണ്ട് എന്നുള്ളത്. ചോമ നടക്കണില്ല മോനെ. എന്നിട്ട് ഡോക്ടർ ഒന്നും കാണിച്ചില്ലേ? കാണിച്ചിക്കണ മോനെ, ഭേദം കിട്ടെങ്ങനെ കാഴ്ച കമ്മി എന്താ മോനെ അങ്ങനെ പറഞ്ഞത്? എന്നെ കണ്ടിട്ട് എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. എന്നോട് പ്രായത്തിന്റെ അല്ല ഇത് കേക്കേ, എനിക്കിപ്പോ ഒരു 35-40 വയസ്സായിട്ടേ ഉള്ളൂ. അത്ര തന്നെ തോന്നിക്കോളൂ. അത്ര തന്നെ തോന്നിക്കോളൂല്ലേ? തോന്നിക്കൂല. കുഞ്ഞാപ്പൂന് ഇപ്പൊ ഓന്റെ വാപ്പ മരിച്ചിട്ട് ഒരു 25 കൊല്ലായി. ചെക്കനക്ക് 10-20 വയസ്സായിട്ടേ ഉള്ളൂ. എത്ര വയസ്സായെന്ന് പറഞ്ഞു? 35-40 അടുത്ത് ആയിട്ടുള്ളൂ. എന്തിനാ നമ്മള് തോന്നാറ്? നമ്മളെ പ്രായം ഞമ്മക്ക് അറിഞ്ഞാ പോരെ. എല്ലാരും കൂടെ ഇങ്ങനെ കൊട്ടി ആഘോഷിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. കണ്ണിന് എന്താന്ന് വെച്ചാല് പ്രായമായിട്ടല്ല, ഇപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ കണ്ണിന്റെ അസുഖം എല്ലാവർക്കും ഉണ്ട്. ഡോക്ടർ ഒന്ന് കാണിച്ചാൽ നേരം കിട്ടണ്ട. എന്റെ പാവാ എന്നോട് പറയാനേ, 100 അന്തി ആയാല് കൊര ഇങ്ങനെ തുടങ്ങും, ചെക്കൻ പറയാ എന്നോട് ഇമ്മങ്ങനെ കുറച്ചിട്ട് ഇപ്പൊ ഉറക്കാൻ കിട്ടണില്ല. ആരെങ്കിലും അങ്ങനെ പറയുമോ? ചെക്കനക്ക് എന്തെങ്കിലും അറിയോ? ചെക്കനക്ക് ഒരു കുന്തം അറിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും മക്കള് പറയും ഇമ്മങ്ങനെ കുറച്ചിട്ട് ഉറക്കം കിട്ടൂല. വിഷമം ഞാൻ ആരോടാണ് പറയണ്ടേ ബാബാ? കൊരക്കണാണ് എനിക്കെന്നെ സങ്കടം. എവിടേക്കാ പോണേ? ഞാൻ പോട്ടെ. എവിടേക്കാ പോണേ? പണിക്ക് പോയിട്ടേ ചുമയും കൊറേ കാരണം പോവാൻ പറ്റിട്ടില്ല. എന്നോട് പറയാനേ നല്ല മാറിയിട്ട് പോയാ പോരാ. മാറിയിട്ട് പോയിട്ടെങ്കിൽ ഇവിടെ ഞാൻ തിന്നാനും വേണ്ടേ? ചെക്കനൊരു പണിക്കും പോണില്ല. ഇപ്പൊ ഒരു ഭ്രാന്ത് നിന്നിക്കണ്, കല്യാണം കഴിക്കണം. ആ ഭ്രാന്ത് നിന്നിക്കണ്. ആ ഭ്രാന്ത് ഇപ്പൊ ഇല്ലല്ലേ? എന്നോടും പറയില്ല. അതെന്തായാലും നന്നായിക്കണ്. ചെക്കനോട് ആരാ പറഞ്ഞതില്ല ഇപ്പൊ കല്യാണം കഴിക്കണ്ട, ഈ ഗൾഫില് പോയി വന്നിട്ടുണ്ടെങ്കിൽ ഹജ്ജിന് നടത്ത കായി ആവും, അപ്പൊ എനിക്ക് സുന്ദരിയായ പെണ്ണിനും കിട്ടും. ചക്ക പൈമ പിടിച്ചു നടക്കണേ. ചക്ക എന്നോട് കണ്ടാ പാസ്പോർട്ട് എന്താ കുന്തല്ലേ, അത് എടുത്തിട്ടില്ല. ചക്കൻ പറയാ അതൊന്നും വേണ്ട, ഗൾഫിൽ എത്തിയാ മതിയെന്ന്. ആരെങ്കിലും മൂച്ചപ്പോ കഴിഞ്ഞ ചക്കനക്ക് മനസ്സിലാവണ്ടേ പാസ്പോർട്ട് കാണാനില്ല എന്നുള്ളത്. അതൊന്നും ചക്കനക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചക്കനോട് ഉണ്ടാതിരിക്കും, ഒരു 5-6 മാസം കഴിയട്ടെ, എനിക്ക് ഞാൻ പാസ്പോർട്ട് എടുത്ത് തരണ്ട്, എന്നിട്ട് എനിക്ക് പോവാം. അമ്മാന്റെ കുട്ടി ഇപ്പൊ പറഞ്ഞ കേൾക്കുന്ന അങ്ങനെ ഇപ്പൊ ഒതുങ്ങിയിട്ട് അവിടെ നിക്കാണ്. അല്ല മറ്റങ്ങനെ കല്യാണം കഴിക്കണം. അതൊന്നല്ല ഭാവ, ഇന്റെ മോനായിട്ട് പറയല്ല. ഇന്റെ മോൻ അത്യാവശ്യം സുന്ദരനല്ലേ, ഏതെങ്കിലും പെണ്ണിനെ പറ്റുമോ? അത്യാവശ്യം ഭംഗിയുള്ള ഒരു കുട്ടിയല്ലേ ഓന്, പറ്റൂലല്ലോ. ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ട് കാര്യമില്ല. ഓനക്ക് 10 പെണ്ണ് വേണ്ടേ? സുന്ദരിയായ പെണ്ണ് വേണ്ടല്ലേ? 10-15 ഒന്നും ഇല്ലല്ലോ, ആകെ ഒരു കുട്ടിയല്ലേ ആണോ? അത് ഞാൻ കാത്തുക്ക. പിന്നെ ഇന്നത്തെ കാലത്ത് സ്ത്രീധനം മേടിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു. ഞാനൊരു ഐഡിയ എടുത്തിട്ടാണ്, നല്ല മുതലുള്ള പെരേന്ന് കൊണ്ടുവരാലോ. അതിന്റെ അറിവില്ല നോക്ക്, ഒറ്റ പെൺകുട്ടിയാണ് പാടുള്ളൂ. കുഞ്ഞാപ്പിന് ഇത് പറഞ്ഞിട്ട് ഇനിയും പറയണ കല്യാണം ഇച്ച് ഒരു കാര്യം ചെയ്യാൻ അന്വേഷിക്ക്. ഒറ്റ പെൺകുട്ടിയുള്ള പെരേന്ന് മാത്രം മതി. അത്യാവശ്യം
വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിലും വേണ്ട. ഓനക്കപ്പൊ അത്ര വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ. ചുരുക്കുണ്ടെന്നല്ലേ ഉള്ളൂ. അല്ലാതെ വിദ്യാഭ്യാസം ഒന്നും ഒരു പ്രശ്നമില്ല. പാപ്പ ചെക്കൻ്റെ പാപ്പാക്ക് നല്ല സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ നോക്ക്. നമുക്കത് നടത്താം. ആയിക്കോട്ടെ താത്ത. ഞാൻ പോട്ടെന്താ വേറെ വിസഹിച്ചൊന്നുമില്ലല്ലോ. ഇമ്മ ആരെ തന്നെ വർത്താനം പറഞ്ഞത്? കൊറേ നേരമായാലോ അവിടുന്ന് വർത്താനം പറഞ്ഞു. ആ വാവാ ഇജ്ജാണ് അതൊന്നും പറഞ്ഞില്ല. കണ്ടിട്ടൊന്നും പറഞ്ഞില്ലല്ലേ? വാടാ ഓർമ്മക്കാലത്തോ ഞാപ്പോ ഞാൻ ഒന്നും മുണ്ടാത്ത എന്താ എന്റെ അമ്മ പോകണ്ടാണ്ട് പോയിക്കോട്ടെച്ചിട്ടാണ്. ഉമ്മ നല്ല രസണ്ടാ. അത് തോല് കൊടുക്കണേ തിന്നണ്. ചോല് രസം ഉണ്ടാവൂലേ? അത് പൊള്ളൂലേ? പൊള്ളൂലേ? കുഞ്ഞാപ്പൂജി കാട്ടുന്നത് അല്ല എനിക്ക് വേണ്ട. കുഞ്ഞാപ്പൂ തന്നെ തിന്നോ? വേണ്ട ഒരു കുഞ്ഞാപ്പൂര് തന്നെ തയ്യൂല. തിന്നു കുഞ്ഞാപ്പോ. അല്ല ആകെ പോട്ടെ. എന്നിട്ട് എന്താണ് ഇവിടെ തന്നെ ഇങ്ങനെ കൂടുക? അമ്മാണ്ട് പോയില്ലേ? ഇമ്മ ഒരാ വെറുതെ പോയി. ഇമ്മാക്ക് പനിയാണ്. എന്നോട് പറയാ ഉറങ്ങിയിട്ടില്ല. ഇമ്മല്ല ഞാനീ ഇമ്മങ്ങനെ കുറച്ച് ഉറക്കം കിട്ടുവോ? ഇമ്മ പറഞ്ഞ ഇമ്മക്ക് എപ്പോഴും ഉറങ്ങാലോ. എനിക്ക് രാത്രിയിലേ ഉറങ്ങാൻ പറ്റുള്ളൂ. പകലൊക്കെ ഇങ്ങനെ പോണ്ടേ നടക്കണ്ടേ? എന്നോട് പറയാൻ കുറച്ച് ഉറക്കം കിട്ടണ്ടേ? ഉറക്കൊക്കെ പോയി. ഞാൻ ഒന്നും ഉറക്കും ഇല്ലട്ടാ. ഞാൻ ഇന്നലെ ഉറങ്ങിട്ടില്ലല്ലോ. അതിപ്പോ ഉറങ്ങാൻ പോവാണ് ഞാന്. ഇത് തിന്നിട്ട് ഉറങ്ങൂട്ടാ. അനക്ക് വേണ്ടല്ല. പിന്നെ ഒരു കാര്യണ്ട്. അനക്ക് വേണ്ടെങ്കിൽ വേണ്ട. കോതി കൂടെ എന്റെ വയറ് വീർക്കുള്ളൂ. നമുക്ക് നാളെ കാണാം. ഞാന് പറ്റങ്ങ ഞാൻ ഉമ്മാനായിട്ട് വർത്താനം പറഞ്ഞിട്ട് നേരെ പോയി. ഇന്ന് ഉമ്മാന്റെ സ്ഥിതി എന്താന്ന് പറയാൻ പറ്റിയില്ല. ഇനി രാത്രി കുറച്ചിനെങ്കിൽ പിന്നെ ഉറക്കം കിട്ടൂല. അപ്പൊ നാളെ ഇതേമാതിരി പകല് ഉറങ്ങേണ്ടി വരൂ. ആയിക്കോട്ടെ.